പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി തന്നെയാണ്. ഇതുവരെയുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നും സഹകരണവും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഇനിയും ഞങ്ങൾക്ക് വേണം. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അത് എന്നും ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ഏതാണെന്നായിരിക്കും. മാരുതി ജിപ്സിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാഹനം, മാരുതി ജിപ്സി. ഇന്ത്യൻ നിരത്തുകളിൽ 1985 വന്നു തുടങ്ങിയ വാഹനമാണിത്. അന്ന് ഇത് 970 cc എഞ്ചിനായിരുന്നു. ഇപ്പോൾ ഇതും അത്യാവശ്യം നല്ല പഴക്കം ഉള്ള വണ്ടി തന്നെയാണ്. വളരെ കാലമായി ഉപയോഗിക്കാതെ ഒതുക്കിയിട്ടിരുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇതിൻ്റെ ഓണർ വളരെ വലിയൊരു വാഹനപ്രേമി കൂടിയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി വളരെ വലിയ ആഗ്രഹങ്ങളോടുകൂടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കാണ്. അതിൻ്റെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തീർത്തും റീസ്റ്റോറേഷൻ വർക്കുകളാണ്. വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മോഡിഫൈ ചെയ്യണമെന്നും അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ ആവശ്യം ഉള്ള വണ്ടി കൂടിയാണിത്. നല്ല രീതിയിൽ പാച്ച് വർക്കുണ്ട്, മെക്കാനിക്കൽ വർക്കുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്. അതായത് ഫുൾ ബോഡി പെയിൻറ്റ് തന്നെ വേണം ഇതിന്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും നല്ല രീതിയിൽ തന്നെ മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് വലിയ ഒരു പ്രോജക്റ്റാണ് ഇതിന് മേൽ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വർക്കുമായി പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് മുന്നോട്ട് പോവുകയാണ്. ഈ വാഹനത്തിൻ്റെ ഉടമയുടെ സ്ഥലം എറണാകുളമാണ്. ഈ വണ്ടി ഞങ്ങൾ എടുത്തത് ഹരിപ്പാട് നിന്നാണ്. ഹരിപ്പാട് അവിടെ ഒരു സ്ക്രാപ്പ് യാർഡിൽ കിടക്കുകയായിരുന്നു ഈ വണ്ടി. അവിടെ പോയി ഞങ്ങൾ ഇതിൻ്റെ വർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം എടുത്തുകൊണ്ട് വന്ന വാഹനമാണ്. ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം. കാർബറേറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തീർത്തും ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ തീർത്തും നല്ല രീതിയിൽ തന്നെ പാച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്തുകൊണ്ട് ഇതിൻ്റെ ബോഡി ഷേപ്പ് യാതൊരു രീതിയിലും കൈവിടാതെ തന്നെ ആ തനിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വാഹനം ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ആഗ്രഹത്തിലാണ്. ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചേസിൽ നിന്നും ബോഡിയെ വേർപെടുത്തിക്കൊണ്ട് തന്നെ ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് ചേസിൽ നിന്ന് തന്നെ ഇതിൻ്റെ പാച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വരാനുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിന് മുൻപ് ചെയ്ത 2 വീഡിയോകൾ അതിനകത്ത് കുറച്ചുപേർ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പൂർണ്ണമായും പണി കഴിഞ്ഞിട്ട് വീഡിയോ ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് ഉദ്ദേശം എന്നുള്ളത് കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് ഒരു വാഹനത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ആരായാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രചോദനം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർത്തും ഇപ്പോൾ സ്ക്രാപ്പ് തന്നെയാണ്. കാരണം വണ്ടി ഇതിപ്പോൾ റണ്ണിങ് കണ്ടീഷൻ അല്ല, ഒന്നും തന്നെയല്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും പറയുകയാണ്, വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.